ഇത് ആഘോഷിക്കുന്ന വ്യക്തികള് പലപ്പോഴും അത് വിളിച്ചു പോകാത്ത വ്യക്തികളെ ചൂണ്ടി പറയാറുള്ളത് ഇലക്ട്രിക് വാഹനം പോലെയാ ചില മുജാഹിദുകളുടെ അല്ലെങ്കിൽ ഇത്തരക്കാരുടെ മയ്യത്ത് കൊണ്ടുപോകാറുള്ളതെന്ന്. ആക്ഷേപം ശരിയാവട്ടെ, അവർ പരിഹസിക്കട്ടെ. കാരണം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമാ. അള്ളാഹുവിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ നിരവധി സഹാബാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകൾ കേൾക്കെ ദിക്റുകൾ ചൊല്ലിയും തക്ബീർ മുഴക്കിയും ഒരു മയ്യത്തെങ്കിലും കൊണ്ടുപോയത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആവർത്തിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കേയുള്ളൂ, വത്തബഉൽ ജനായിസ, നിങ്ങൾ ജനാസയെ പിന്തുടരണം. തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾ പോകേണ്ടത് ആഖിറത്തിന്റെ ചിന്തയുണ്ടാക്കാൻ വേണ്ടിയാവണം. നിങ്ങളെ ആഖിറത്തെ പറ്റി ചിന്തിപ്പിക്കാൻ, ആഖിറത്തെ പറ്റി ഓർക്കാൻ. ഇന്നത്തെ മയ്യത്ത് കട്ടിലിൽ നാളെ ഞാനായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മയ്യത്തിനെ അനുഗമിക്കണമെന്നാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ തിരുദൂതനെ പറ്റി സ്വഹാബത്ത് രേഖപ്പെടുത്തി, അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാന്റെ ഹബീബ് ഒരു മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോ കാന ഇദത്തബഅ ജനാസതി അക്സറു സുംതി, അധിക സമയവും റസൂലുള്ള നിശബ്ദനായിരുന്നു. മുഴുവൻ സമയവും റസൂലുള്ള നിശബ്ദനായിരുന്നു. ആ മയ്യത്തിന്റെ പിൻഭാഗത്ത് വെച്ച് സംസാരിക്കുന്നവരോട് ദേഷ്യത്തോടെ റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട്. ചിരിക്കുന്നവരോട് നീ എന്തിനാണ് ഈ മയ്യത്തിനെ അപമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൊല്ലലും ദിക്റ് വിളിക്കലും ഒക്കെ നല്ലതായിരുന്നെങ്കിൽ ഹബീബായ തിരുദൂതൻ പഠിപ്പിക്കുമായിരുന്നു, എല്ലാവരും തക്ബീർ അങ്ങ് വിളിച്ചോ, എല്ലാവരും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചോ, എന്നിട്ട് മയ്യത്തങ്ങ് തലേക്കേറ്റിക്കോ എന്ന് ഇസ്ലാമിക ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല.